Praise the Lord. So I wasn't really looking at what I was going to for Psalms. I just opened the Bible and 46 came out. പ്രിയമുള്ളവരെ, ഇന്ന് അസൈൻമെന്റ് എനിക്കായിരുന്നുകൊണ്ട് എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അന്ന് ഏത് സങ്കീർത്തനം സംസാരിക്കണം അറിയത്തില്ല. ഞാൻ വെറുതെ ബൈബിൾ ഇന്ന് തുറന്നപ്പോൾ നേരെ പോയി ലാൻഡ് ചെയ്ത് 46 സങ്കീർത്തനത്തിലാണ്. Pastor knows I asked him a couple of days ago, is 46 available? എന്നോട് അവൻ സർ ഞാൻ കണ്ടത് ലേറ്റ് ആയിട്ടാണ്. ഇന്നലെ അവൻ ഉച്ചയായപ്പോൾ ജോലികളുടെ ഇടയിൽ അറിയാൻ നോക്കിയപ്പോൾ നെവിന്റെ മെസ്സേജ് പാസ്പോർട്ട് ഞാൻ ഇന്നലെ ചോദിച്ചു, 2 ദിവസം മുമ്പ് ചോദിച്ചു, ഈ 46 സങ്കീർത്തനം ആരെങ്കിലും അടുത്തിടയ്ക്ക് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്നോട് ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു go ahead. ഞാൻ പോലും നോക്കാൻ പറ്റില്ല. That's okay. It's that God has given you. Go ahead. ഞാൻ പറഞ്ഞു don't text me, call me anytime. I won't see text all the time. So if you want, always call and ask എന്ന് പറയാനിടയായി. And as you know, yesterday and today, the news where Trump threw the bombs in Iran. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് ട്രംപ് സ്വപ്നം ചെയ്യുന്നു ഇറാൻ വാറിലേക്ക് അമേരിക്കയെ നയിപ്പാനിടയായി തീർന്നു. അമേരിക്കയുടെ പോർവിമാനങ്ങൾ B-2 ബോംബേഴ്സ് കടന്നുപോയി 3 സൈറ്റുകൾ ബോംബ് ചെയ്തു നിങ്ങൾ കേൾക്കാനിടയായല്ലോ. And in this very chapter that we read on Psalms 46, it says God ceases wars. ഈ സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ആർക്ക് സമാധാനം? ട്രംപ് പറഞ്ഞത് ആ ബോംബിട്ട് നശിപ്പിച്ചു, ഇനി സമാധാനം. ബോംബുകൾക്ക് സമാധാനം കൊണ്ടുവരുവാൻ കഴിയില്ല. ട്രംപിന് സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. ഈ ലോകത്തിൽ ഒരു രാജ്യങ്ങൾക്കും സമാധാനം കൊണ്ടുവരാൻ കഴിയില്ല. സമാധാനം കൊണ്ടുവരുവാൻ, യുദ്ധങ്ങൾ നിർത്താൻ കഴിവുള്ള UNOയ്ക്ക് കഴിയുകയില്ല. കംപ്ലീറ്റ് ഫെയിലിയർ, യുണൈറ്റഡ് നേഷന്റെ ഫെയിലിയർ നിങ്ങൾ കാണാൻ പറ്റും. ആ പേരിന് UNO എന്ന് പറഞ്ഞ് കൂടി ഒത്തിരി പേർക്ക് പൈസ കളയുന്നതല്ലാതെ there is no impact of that group or organization. അവിടെ വചനം പറയുക, ഭൂമിയുടെ എൻഡ് വരെയും വാറിനെ സീസ് ചെയ്യുന്നത് ആരാന്നറിയാമോ? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം സഭയെ, ദൈവജനമേ, ലോകമേ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. So I want to praise God for giving me this verse a few days before all this happened. ഇതെല്ലാം സംഭവിക്കുന്ന ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ വചനം കർത്താവ് എനിക്ക് തന്നതോർത്ത് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഹൃദയത്തിന് ആഴത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. So for this chapter I have 3 main points I want to talk about. ഈ സങ്കീർത്തനത്തിൽ നിന്ന് 3 പ്രധാന പോയിന്റുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. From Psalms 46 verses 1 to 3, I want to talk about how God is our refuge and our strength. 1 മുതൽ 3 വരെ ആ സങ്കീർത്തനത്തിലെ വാക്യത്തിൽ നിന്ന് എങ്ങനെയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആണെന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. Some of the verses we could look at are Isaiah 41 verses 10. നിങ്ങൾക്ക് അതിനോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങൾ വായിക്കണമെങ്കിൽ യെശയ്യാ പ്രവചനം 41 അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിച്ച പെട്ടെന്ന് വിട്ടു പോകുന്ന നല്ലതാണ്. യെശയ്യാ പ്രവചനം 41 അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം ഇങ്ങനെയാണത് പറയുന്നത്. സ്വപ്നം ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇംഗ്ലീഷിൽ പറയുന്നു, fear thou not, for I am with thee. Be not dismayed, for I am thy God. I will strengthen thee, yea, I will help thee, yea, I will uphold thee with the right hand of my righteousness. We do not need to fear even in chaos, because God is present and promises his help. പ്രിയമുള്ളവരെ, എത്ര ഈ ലോകമെല്ലാം ഇളകി മറിഞ്ഞാലും ആ വാക്യങ്ങൾ കണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ഒരിക്കലും കുലുങ്ങാത്ത പർവ്വതങ്ങൾ, കുലുങ്ങുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ എവിടെ ഉണ്ടായാലും പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ റെഫ്യൂജും സ്ട്രെങ്തും ആയിരിക്കുന്നിടത്തോളം ഒരു ദൈവ പൈതലിനെ കുറിച്ച് അവന് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. Proverbs 18 verses 10. The name of the Lord is a fortified tower. The righteous runs to it and are safe. സദൃശവാക്യങ്ങൾ 18ന്റെ 10 ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്വന്തം 18ാം അധ്യായം 10ാമത്തെ വാക്യം യഹോവയുടെ 18 verse 10 ആണ്. Okay. 18 verse 10. we are going to read in English, Malayalam. യഹോവയുടെ നാമം
ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവത്തിന്റെ നാമം അവൻ ബലമുള്ള ഒരു ഗോപുരമാണ്. God is a refuge for us, like a strong tower that keeps us safe when danger comes. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് ഒരു വലിയ ഉയർന്ന ഗോപുരം പോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, യുദ്ധങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഓടിച്ചെന്ന് കയറി അഭയം പ്രാപിപ്പാൻ ബലമുള്ള ഗോപുരമാണ് നമ്മുടെ ദൈവത്തിന്റെ നാമം. So for this first 3 verses, we could ask ourselves, what is shaking our lives right now? Where do we need to run to for God as a refuge? അങ്ങനെയെങ്കിൽ ഈ വാക്യം 3 നിന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഇന്ന് പകൽക്കാലം അവൻ എവിടെയാണ് നമ്മുടെ ബലം? അവൻ എവിടെയാണ് നമ്മുടെ സങ്കേതം? ഏത് പ്രശ്നങ്ങൾ കൂടിയാണ് നിങ്ങളും ഞാനും കടന്നു പോകുന്നത്? അങ്ങനെയാണെങ്കിൽ എവിടെയാണ് എനിക്ക് നിങ്ങൾക്കും അഭയം കണ്ടെത്താൻ കഴിയുന്നത്? എവിടെയാണ് എനിക്ക് നിങ്ങൾക്കും ആശ്രയം വെക്കാൻ സാധിക്കുന്നത്? നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. For some of us, it could be financial stress, job insecurity, or health crisis. ചിലരുടെ പ്രശ്നം സാമ്പത്തിക പരാധീനതകളായിരിക്കാം. ചിലരുടെ പ്രശ്നം ജോലി പോകുമോ എന്നുള്ള ഭയമായിരിക്കാം. അവൻ ഓരോരുത്തർക്കും ഓരോ വിധമായ പ്രശ്നങ്ങളുണ്ട്. In all that, God, we have to trust God to provide for us, to be our strength and our peace. ഇന്ന് പകൽക്കാലം ഏത് പ്രതിസന്ധിയിൽ കൂടി നിങ്ങൾ കടന്നുപോയാലും ഇന്ന് പകൽക്കാലം ഉള്ളത്തിൽ നിങ്ങൾ നിർണയിക്കണം, എന്റെ ദൈവം എന്റെ സങ്കേതവും എന്റെ ബലവുമാകുന്നു. ഏത് കഷ്ടങ്ങളിലും അവൻ ഏറ്റവും അടുത്ത ഹെൽപ്പറായി സ്ട്രെങ്തായി കൂടെയിരിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയണമെന്ന് പരിശുദ്ധാത്മയെ ഓർപ്പിക്കുകയാണ്. So my second point is God's presence brings peace and stability. അവൻ രണ്ടാമത്തെ എന്റെ ചിന്താവിഷയം ഈ സംഘത്തിൽ നിന്ന് ഒന്ന്, അവൻ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ഏത് പ്രതിസന്ധികളിലും ദൈവം നമ്മുടെ സങ്കേതവും ബലം. 2, അവൻ സ്വന്തം ദൈവ സാന്നിധ്യം ജീവിതത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വിഷയങ്ങളെ ശാന്തതപ്പെടുത്തുവാൻ സഹായിക്കുന്ന അവൻ ഒരു ശക്തിയാണ്. This is surrounded from Psalms 46:4 verses 7. അവൻ 4 വാക്യം മുതൽ 7 വാക്യങ്ങൾ 7 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവൻ നമുക്കതിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. Matthew 28 verses 20 shows, and surely I am with you always to the very end of the age. മത്തായി സുവിശേഷത്തില് അവൻ ഇപ്രകാരം നാം വായിക്കുന്നു 28-ാം അധ്യായത്തില്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. This is following Sam's message that God's presence brings peace. അവൻ ഇത് ഈ സങ്കീർത്തനത്തിന്റെ ദൂതനോട് ചേർന്ന് വരുന്നു. അവൻ കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും എന്റെ കൂടെ ഇമ്മാനുവലായി ഇരിക്കാമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ യുദ്ധങ്ങൾ വരട്ടെ, യുദ്ധസ്തുതികൾ വരട്ടെ, അവൻ 3-ാം ലോക മഹായുദ്ധം വരട്ടെ, അവൻ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ സാന്നിധ്യം സകലത്തിനും സ്റ്റെബിലിറ്റി തരും. ഇവിടെയെല്ലാം ബോംബുകളോ അണുബോംബ് വന്ന് വീണാൽ പോലും ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവ സാന്നിധ്യം എപ്പോഴും അവനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കുവാൻ അവന് പ്രാപ്തി കൊടുക്കുന്ന ഒരു കാര്യമാണ്. We don't stand firm because of our own strength, but because we stand because God is with us. നമ്മുടെ ബലം ഉള്ളതുകൊണ്ടോ നാം പ്രാർത്ഥിച്ച് ശക്തമായതുകൊണ്ടോ അല്ല പ്രിയമുള്ളവരെ നാം നിൽക്കുന്നത്. അവൻ നമ്മുടെ ബലമായതുകൊണ്ട്, അവൻ നമ്മുടെ സങ്കേതമായതുകൊണ്ട്, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും ഒരു ഭക്തനായ അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ അവൻ വഴികളിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. Could someone read Zephaniah 3 verses 17? പ്രിയമുള്ളവരെ, വചനമെടുത്ത സെഫന്യാവിന്റെ പുസ്തകം 3 verses 17. അവൻ 3-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കുമോ? സെഫന്യായ 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും, തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു, ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. It says in English like this, Jehovah my God is in the midst of thee, a mighty one who will save. He will rejoice over thee with joy. He will rest in his love. He will joy over thee with singing. Zephaniah shows that God's presence means protection and joy. അവൻ സെഫന്യാവ് പറയുന്നു, ദൈവം കൂടെ ഉണ്ടെന്ന് പറയുന്നത് സംരക്ഷണമാണ്, അത് ആനന്ദമാണ്. ഇന്ന് പകൽക്കാലം സുരക്ഷിതത്വം ഇല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ പറ, സങ്കേതവും ബലമായ കർത്താവേ
കൂടെ വാ, ഏറ്റവും അടുത്ത തുണയായി നിൽക്ക്. അവൻ അതെനിക്ക് സംരക്ഷണമെന്ന് മാത്രമല്ല, അതെനിക്ക് ആനന്ദ കാരണം കൂടെയാണ്. The verse that says, "There is a river whose stream makes glad the city of God," shows that the river making the city glad heralds God's delight in His people and His power to save them. ആമേൻ. പ്രിയമുള്ളവരെ, ആ സങ്കീർത്തനം 46 ഇങ്ങനെ നാം വായിക്കുന്ന ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ആമേൻ. സ്വന്തം അവിടെ അത് വായിക്കുന്നു, ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ആ നദി കാണിക്കുന്നത് ദൈവപ്രസാദത്തെയാണ്. So from this we could reflect for these three verses. How does remembering that God is with you change the way you face fear and anxiety today? ഇന്ന് പകൽക്കാലം ദൈവം കൂടെ ഉണ്ടെന്നുള്ള അറിവ്, ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരട്ടെ. ദൈവം കൂടെ ഉണ്ടെന്നുള്ള അറിവ്, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയാണെന്നുള്ള അറിവ് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ നിങ്ങളെ സഹായിക്കും? ആ അറിവ് കൊണ്ട് എങ്ങനെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ആശങ്കകളെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ മധ്യേ എങ്ങനെ നിങ്ങൾക്ക് നിൽക്കുവാൻ ആ അറിവ് നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെ താങ്കൾ ശോധന ചെയ്യാം. For some it is like not feeling alone. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലർക്ക് ഈ അറിവ് എല്ലാവരും വിട്ടേച്ചു പോകുമ്പോൾ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആരും കൂടെ നിൽക്കാനില്ലാതിരിക്കുമ്പോൾ അവനൊരു അറിവുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ അവരുടെ കൂടെ ആരും കാണത്തില്ല, ഭാര്യ കാണത്തില്ല, ഭർത്താവ് കാണത്തില്ല, വീട്ടുകാർ കാണത്തില്ല, നാട്ടുകാർ കാണത്തില്ല, സഭക്കാർ കാണത്തില്ല. പക്ഷെ അവന്റെ ഉള്ളൊരു അറിവാ, ഞാൻ ഒറ്റയ്ക്കല്ല, അവൻ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. അതുകൊണ്ട് ഏത് കൂരിൽ താഴ്വരയിൽ കൂടെ പോയാലും ഒരു അനർത്ഥത്തിന് അവന് ഭയമില്ല. അവൻ എപ്പോഴും അറിയാം, അവൻ ഒറ്റയ്ക്കാണെങ്കിലും അവന്റെ കൂടെ ഇരിക്കുന്നവനെ കുറിച്ച് നല്ല അറിവാണ്. ആ അറിവ് അവന്റെ ബലത്തിൽ ചാരാൻ നമ്മെ സഹായിക്കും. അവന്റെ ബലത്തിലേക്ക് ടാപ്പിൻ ചെയ്യാൻ നമ്മെ സഹായിക്കും. നമ്മുടെ സ്വന്തം ബലത്തിലോ നമ്മുടെ സ്വന്തം ബുദ്ധിയിലോ നമ്മുടെ സ്വന്തം പ്രാർത്ഥനകളിലോ ഒന്നും ചാരാതെ, അപ്പാ ഞാൻ ചാരുന്നു എന്ന് പറഞ്ഞ് അവനൊന്ന് ബലം ഏറ്റെടുക്കുവാൻ അവൻ ആ അറിവ് ഒരു വ്യക്തിയെ സഹായിക്കും. Our fears and anxieties also help us to get closer to God by praying to Him instead of panicking. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഭയങ്ങൾ വരുമ്പോൾ, നാളെ കുറിച്ചുള്ള ആശങ്കകൾ വരുമ്പോൾ അവൻ കൂടെ ദൈവമുണ്ടെന്നുള്ളൊരു അറിവ് പ്രാർത്ഥനയിലേക്കും കൂടുതൽ അവൻ ആശ്രയിക്കാനും നമ്മെ സഹായിക്കും. ആ അറിവില്ലാത്തവർ എന്ത് പറ്റുമെന്ന് അറിയാമോ? അവർക്കാണ് ആൻസൈറ്റി അറ്റാക്ക് ഉണ്ടാകും. ആൻസൈറ്റി ഇന്ന് ഒത്തിരി പേർക്ക് തുടങ്ങിക്കാണും ആൻസൈറ്റി അറ്റാക്ക്. തേർഡ് വേൾഡ് വാറിലേക്ക് നമ്മെ ട്രംപ് വലിച്ചിട്ടില്ലോ എന്നൊരു ചിന്ത അവൻ അനേകരെ ആൻസൈറ്റിയിലേക്ക് നയിക്കും. അത് അനേകർക്ക് ഉറങ്ങാൻ കഴിയാത്ത വിഷയങ്ങളായി മാറുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് കൂടെ ഒരുത്തനുണ്ടെന്നുള്ള അറിവ് അവൻ ആ ഭാരമൊക്കെ അവന്റെ മേലോട്ടിട്ടിട്ട് അവനെ മാറി ചാരി വിശ്രമിപ്പാൻ, പീസ്ഫുള്ളായി ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ നേരിടുവാൻ അവനെ തുണയ്ക്കും. So my next third point is from Psalms 46:8 verses 11. അടുത്തത് എന്റെ ചിന്താവിഷയം, അടുത്ത മൂന്നാമത്തെ പോയിന്റ് അവൻ 8 മുതൽ അതിന്റെ 11ാമത്തെ അവസാന വാക്യം വരെയുള്ളതാണ്. God reigns, be still and trust Him. യഹോവ വാഴുന്നു, അതുകൊണ്ട് മിണ്ടാതിരുന്ന് നിങ്ങൾ സ്ഥിരമായിരുന്ന് സമാധാനത്തോടെ ഇരിപ്പിൻ. ഇന്ന് പകൽക്കാലം അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ട്രംപ് അല്ല, സിംഹാസനത്തിലിരിക്കുന്ന പുടിനല്ല, സിംഹാസനത്തിലിരിക്കുന്ന ചൈനയിലെ ഷീപ്പിനല്ല. അവൻ സ്വന്തം സിംഹാസനത്തിൽ വാഴുന്നവൻ യഹോവയായതുകൊണ്ട് ഈ ഭൂമിയിൽ എന്തെല്ലാം ഇളകി മറിഞ്ഞാലും നിനക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്ന നിന്റെ കൂടെ ഇരിക്കുന്നവനാണ് ഈ ഭൂമിയെ ഭരിക്കുന്നവൻ, സകല രാജ്യങ്ങളുടെ മേൽ വാഴുന്നവൻ. അവൻ ആ വാക്യങ്ങൾ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അവൻ നമ്മെ അത് പഠിപ്പിക്കുന്നു. Exodus 14 verses 14 says, "The Lord will fight for you. You need only be still." ആമേൻ. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 14 വാക്യത്തില് അവൻ സ്വന്തം ഇസ്രായേൽ ജനമെല്ലാം കൂടി ബഹളം വെച്ച് കരയുമ്പോൾ മോശ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, നിങ്ങൾ സ്ഥിരമായിരിപ്പിൻ, നിങ്ങൾ ധൈര്യമായിരിപ്പിൻ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം, അവൻ നിനക്ക് പ്രതികൂലം വരുമ്പോൾ ആ യഹോവയാം ദൈവം വാഴുന്നു എന്നുള്ള അറിവ്, ആ ഈശോനാഥൻ വാഴുന്നു, അവൻ മരിച്ചിട്ടില്ല എന്നുള്ള അറിവ് നിന്നിൽ അവൻ സ്വന്തം സ്ഥിരത, ഉറപ്പ്, ധൈര്യം ഉളവാക്കും. Exodus 14 verses 14 restates the command that God gives us in Psalms 46, which is to be still. ആമേൻ. പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിലെ ആ വാക്യം, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറയുന്ന
അവൻ സ്വന്തം ആ വാക്യം 46-ാം സംഘത്തിലുള്ള വാക്യത്തോട് ഒക്കുന്നു. കാരണം അവിടെയും പറയുക, ബി സ്റ്റിൽ, മിണ്ടാതിരിപ്പീൻ, നിങ്ങൾ ബഹളം വെക്കാതിരിപ്പീൻ, സ്ട്രെസ് എടുക്കാതിരിപ്പീൻ, ടെൻഷൻ എടുക്കാതിരിപ്പീൻ, ആൻഷ്യസ് ആകാതിരിപ്പീൻ. കാരണം അവൻ വാഴുന്നു, സകലത്തിനെയും അവൻ ഭരിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധം ചെയ്യുന്നവൻ, അവൻ വാഴുന്നു. ആ അറിവ് നിന്നെ ഉറപ്പിലേക്കും ധൈര്യത്തിലേക്കും നടത്തട്ടെ. God calls us to stop striving and let Him act. ആമേൻ. സ്വന്തം God calls us to stop striving and let Him act. ആമേൻ. ദൈവം നമ്മെ സഹായിക്കുന്നൊരു വിധമുണ്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ പ്രയത്നത്താൽ നാം ചെയ്യുന്ന കാര്യങ്ങളാൽ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ കർത്താവ് പറയാം, മോനെ മിണ്ടാതെ നീ ശാന്തമായിരിക്കും, എന്നിട്ട് ദൈവം പ്രവർത്തിക്കാൻ അവസരം കൊടുക്കട്ടെ. കാരണം നീ സ്ട്രെസ് എടുത്ത് നീ ഒന്നും ചെയ്യാൻ പോകാതെ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം. നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ പല സ്ട്രെസ്സുകൾക്കും പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം നാം കൈയെടുത്ത് നാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ചെയ്തില്ലേ വേണ്ട, നീ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുക. അപ്പോൾ ദൈവ സാന്നിധ്യ ബോധം എന്ത് നിന്നെ സഹായിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നീ കൂളായിട്ട് നടക്കുകയും ദൈവം ആക്ട് ചെയ്യുകയും ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ നീ ഒന്നും ചെയ്യാതിരിക്കും, നീ ജസ്റ്റ് കൂടെ നടന്നാൽ മതി. വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ദൈവം നിനക്ക് വേണ്ടി കുടുംബ ജീവിതത്തിലാണെങ്കിൽ, നിന്റെ ജോലി തലത്തിലാണെങ്കിൽ, അവൻ നിന്റെ ശത്രു നിന്നെ ഭീതിപ്പെടുത്താൻ വരുന്ന മേഖലകളാണെങ്കിൽ, നിന്റെ രോഗത്താഴ്വരകളാണെങ്കിൽ, നിന്റെ മരണ താഴ്വരകളാണ്, യുദ്ധ മേഖലകളിലാണെങ്കിൽ അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കാര്യങ്ങളെ ചെയ്തോളും. നീ മിണ്ടാതിരുന്ന് അവനിൽ ആശ്രയിച്ചു പോകാൻ, നീ അടങ്ങാതെ സ്ഥിരമായി ഉറച്ചിരിപ്പാനും ദൈവം പ്രവർത്തിക്കാനും ഈ അറിവ് നമ്മെ സഹായിക്കും. It's only when we stop trying to control everything that we see God's power at work. പ്രിയമുള്ളവരെ, പലപ്പോഴും എല്ലാം ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, ഭാര്യയെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, മക്കളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, അവൻ ജോലിക്കാരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. ഇത് നീ കൺട്രോൾ കയ്യിൽ നിന്ന് പോകരുതെന്നുള്ള ചിന്ത നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കുമ്പോൾ കൺട്രോൾ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുക. നിന്റെ ജീവിതത്തിന്റെ ആണെങ്കിലും നിന്റെ ഫ്യൂച്ചറിന്റെ ആണെങ്കിലും ആ കൺട്രോൾ കർത്താവ് എന്താ നിന്നെ പലപ്പോഴും അവൻ കൈപ്പിലേക്കും ബിസിനസ്സിനും നീ എല്ലാം കൺട്രോൾ ചെയ്യാൻ നടക്കുന്ന പോലെ കാര്യം നടക്കാതെ വരുമ്പോൾ അവൻ സ്വന്തം നീ അങ്ങ് പാനിക്ഡ് ആകും, നീ ബിറ്ററാകും, നീ ക്ഷുഭിതനാകും. നീ കൺട്രോൾ കർത്താവിനെ കൊടുത്തിട്ട് ജസ്റ്റ് അവനോട് കൂടെ സഞ്ചരിക്കുന്നവനായിട്ട് മാറും. അപ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ സമാധാനവും വലിയ പീസും അവന്റെ അത്ഭുത പ്രവൃത്തികളും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. Could someone read Psalms 2:1-4? പ്രിയമുള്ളവരെ, ആരെങ്കിലും 2-ാം സങ്കീർത്തനം എടുക്കുമോ? അതിന് 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. Why do the nations conspire? Amen. And the peoples plot in vain? Amen. The kings of the earth rise up, and the rulers band together against the Lord and against His anointed, saying, Amen. Let us break their chains and throw off their shackles. Amen. The one enthroned in heaven laughs, the Lord scoffs at them. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതുമെന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. This one shows us that God rules over the nations. പ്രിയമുള്ളവരെ, ഇത് കാണിക്കുന്നത് അവൻ ഈ ലോകത്തെ മുഴുവനും ഭരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ജാതികൾ എത്ര കലഹിച്ചാലും എന്തെല്ലാം ചെയ്യാൻ അവർ കൂട്ടം കൂടിയാലും അവരെ നോക്കി ചിരിക്കുന്ന ഒരു ദൈവം. കാരണം അവരുടെ നിരൂപണമൊക്കെ വ്യർത്ഥമാണെന്ന് അറിയുന്ന ദൈവം. അവർ വിചാരിക്കുന്ന പോലെ അല്ലെ ഭൂമിയിലെ കാര്യങ്ങൾ നടക്കുന്ന നല്ലവണ്ണം അറിവുള്ള ദൈവം അവരെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. It shows that God's plan can't be overthrown, even with our own selfish agendas. ഇന്ന് പകൽക്കാലം സ്വയമായ നിങ്ങളുടെ സ്വന്തം അജണ്ടകൾ അവൻ കൊണ്ടുവരാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ പദ്ധതികളെ മാറ്റിമറിക്കാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ കൊണ്ടോ ഒരു രാജാക്കന്മാരെ കൊണ്ടോ പ്രസിഡന്റ്മാരെ കൊണ്ടോ ഒരു പാസ്റ്റർമാരെ കൊണ്ടോ കഴിയത്തില്ലെന്ന് തിരിച്ചറിയേണ്ടതിന് അവൻ സ്വന്തം ചെയ്യുന്നു. ഈ ഭൂമിയിലെ സകല കാര്യങ്ങളും ദൈവത്തിന്റെ ഇഷ്ടത്താൽ നടക്കുന്നുവെന്ന് നാം അറിയേണ്ടത്. അവൻ അറിയാതെ ഒരു കാര്യവും ഭൂമിയിൽ നടക്കുന്നില്ലെന്നും നീ അറിയേണ്ടതിന് ഇന്ന് പകൽക്കാലം അത് നിന്നെ സഹായിക്കും. God is sovereign over our emotions, our strengths, and over all our rebellions. ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവം സകലത്തിന്മേലും വാഴുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയുടെ രാജ്യങ്ങൾ മാത്രമല്ല നിന്റെ വികാരങ്ങളുടെ മേൽ അവൻ വാഴുന്ന ദൈവമാ. അവൻ സ്വന്തം ചെയ്യുന്നു. നിന്റെ ചിന്താകുലങ്ങളുടെ മേൽ അവൻ വാഴുന്ന ദൈവമാ. നിന്റെ ഭാവി മേൽ, നിന്റെ മേൽ, നിന്റെ സകല വിഷയങ്ങളുടെ മേൽ അവൻ വാഴുന്ന ദൈവമാ. So from this 4 verses, we could see what the question is: where is God asking you to stop striving and simply trust Him? ഇന്ന് പകൽക്കാലം 46-ാം സങ്കീർത്തനം 8 മുതൽ 11 വരെയുള്ള 4 വാക്യങ്ങളിൽ നിന്ന് തന്നെത്താൻ ഒന്ന് ശോധന ചെയ്യാൻ. എവിടെയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ കൺട്രോൾ
ചുരുത്തി നിങ്ങളുടെ കയ്യിൽ കൂടെ കാര്യം ഓടണമെന്ന് ചിന്തിച്ച് എവിടെയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ സ്ട്രെസ് എടുക്കുകയും ടെൻഷൻ എടുക്കുകയും വല്ലാതെ കഴിക്കുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത്? അത് ആരുടെ വിഷയം? നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിഷയമാകട്ടെ, നിങ്ങളുടെ തലമുറകളുടെ വിഷയമാകട്ടെ, ജോലിയുടെ വിഷയമാകട്ടെ, ഇല്ല വ്യക്തിപരമായ സ്പിരിച്വൽ ലൈഫിന്റെ വിഷയമാകട്ടെ, നിങ്ങൾ എവിടെയാണ് ഓവർ സ്ട്രെസ്, ഓവർ കൺട്രോൾ നിങ്ങളെ തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇന്ന് പകൽക്കാലം ആ പരിപാടി നിർത്താം. എന്നിട്ട് കൂടെ നടക്കുന്ന അവൻ സ്വന്തം ചെയ്യുന്ന സോവറിനായുള്ള അവൻ പരമാധികാരിയായിട്ടുള്ള സകലത്തിന്മേൽ വാഴുന്നവനായ ദൈവത്തെ കുറിച്ച് അറിവ് പ്രാപിച്ചിട്ട്, കർത്താവേ എനിക്ക് ഭാരമായത് അങ്ങയുടെ കയ്യിലേക്ക് തന്നിട്ട് ഞാൻ നിന്റെ കൂടെ നടക്കുകയാ. ബൈബിളിന്റെ വാക്യമുണ്ട്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവിടെ വിശുദ്ധിയുടെ പാരമ്യമുള്ള ഏലിയാവ് അവൻ ഭൂമിയിലെ യാതൊരു സുഖങ്ങളും ഒന്നും അനുഭവിച്ചില്ല. സർവംഗ പരിത്യാഗിയായിട്ട് അവൻ ജീവിച്ചു. അവൻ വാങ്ങഴിച്ചില്ല, ഒന്നും കൊടുത്തില്ല. ആകെപ്പാടെ ഡ്രസ്സ്, പോസ്റ്റ് ഡ്രസ് ഒന്നുമില്ല. പക്ഷെ അവനും സ്ട്രെസ് ഔട്ട് ചെയ്തു, കാരണം അവനും ചിന്താകുലനായി. പക്ഷേ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് he walked with God. കാരണം എനിക്ക് ചിന്തിക്കുന്നത് അവൻ ഇത് തന്നെയാണ് കാരണം. സീക്രട്ട് ഓഫ് ഈനോക്ക് അതായിരുന്നു തോന്നുന്നു, കൂടെ നടക്കുന്ന ദൈവത്തിലുള്ള ആഴമേറിയ കൂടെ ആരുണ്ടെന്നുള്ള അറിവ്. അതുകൊണ്ട് എന്ത് പറ്റി? ദൈവം അവനെ എടുത്തു എന്നാ പറയുന്നത്. ഗാഡ് ക്യാരിഡ് യു. ദൈവം അവനെ എടുത്തു. നീ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നീ വാക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഗാഡ് വിൽ ക്യാരി യു. ദൈവം എടുക്കുമ്പോൾ നിന്നെ കാണാതെ പിന്നെ നീ ഐ എന്നൊരു കാര്യമില്ല. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ എന്ത് പറ്റി? അവനെ കാണാതെയായി. ലുക്ക്, ക്രിസ്ത്യൻ ജീവിതയാത്രയില്, ക്രിസ്തീയ ജീവിതയാത്രയിൽ നിന്നെ കാണരുത്. നിന്റെ വിഷമമോ, നിന്റെ സങ്കടമോ, നിന്റെ രോഗമോ, നിന്റെ സങ്കടമോ എന്നുള്ള വിഷയമല്ല, കർത്താവ് മാത്രം വിഷയം. നീ അവന്റെ പാദവഴി അവന്റെ കരത്തിലേക്ക് ഇരുന്നാൽ മതി. നിന്നെ തോളിൽ ചുമക്കുന്ന, കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം. ക്രിസ്തീയ ജീവിതയാത്ര കഠിനമല്ല പ്രിയമുള്ളവരെ. പ്രതികൂലങ്ങൾ മധ്യത്തിൽ അവനോട് കൂടെ ചേർന്ന് നടക്കാൻ നാം പഠിക്കേണ്ടത് മാത്രം. In trying to control situations at work and or in your family, instead of praying and trusting or worrying about the future, all you need to do is hand it over to God and trust in Him. ഇന്ന് പകൽക്കാലം നിങ്ങൾ പലരും ഭാവിയെ കുറിച്ച് ആശങ്കപ്പെടുന്നവരായിരിക്കാം. കുടുംബജീവിതത്തെ കുറിച്ച്, ജോലിയെ കുറിച്ച്, തലമുറകളെ കുറിച്ച്, പല കാര്യങ്ങളെ കുറിച്ച് സ്ട്രെസ് അടിക്കുന്നവരാകാം. ഇന്ന് പകൽക്കാലം ഈ 4 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അവൻ സകലത്തിന്മേലും വാഴുന്നു എന്നുള്ള അറിവ് നിന്നെ ശാന്തനാക്കട്ടെ. നിന്റെ സംസാരം തന്നെ അത് മാറ്റട്ടെ. നീ പെട്ടെന്ന് ക്ഷുഭിതനായി സംസാരിക്കുന്ന, ദേഷ്യപ്പെടുന്ന ആ നേച്ചറുകളെല്ലാം മാറട്ടെ. എല്ലാം നീ അറിഞ്ഞ് ശാന്തമായി. കാരണം സ്ഥിരമായിരിപ്പിൻ, മിണ്ടാതിരിപ്പിൻ. ബൈബിൾ പറയാ, ബി സ്റ്റിൽ. സ്വന്തം അതിന്റെ ക്യാരക്ടറെ മാറ്റും. നീ എടുത്തടിച്ച് മറുപടി പറയുന്നവനാണെങ്കിൽ, പെട്ടെന്ന് കോപിക്കുന്നതാണെങ്കിൽ, നീ മനസ്സിലാക്കും ദൈവം സകലത്തിന്മേൽ വാഴുന്നു എന്നുള്ള അറിവ് നിന്നെ ശാന്തനാക്കും. നീ എടുത്തടിച്ച് മറുപടി പറയത്തില്ല, ചിന്തിച്ചേ. കാരണം നിനക്കറിയാം ഏത് മറുപടി നീ പറഞ്ഞാലും കൂടെ നിൽക്കുന്നവനാണ് സകലത്തിനും വാഴുന്നത്. അവനെ കടന്നാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ അറിവ് നിന്നെ ശാന്തയാക്കും. നിന്റെ ജീവിതത്തിന്റെ ക്യാരക്ടറെ മാറ്റും. ഇന്ന് പകൽക്കാലം നീ മുൻകോപിയാണെങ്കിൽ നിന്റെ മുൻകോപ സ്വഭാവത്തെ അത് മാറ്റും. നീ കുടുംബജീവിതത്തിൽ ഭർത്താവിനോട്, മക്കളോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഭാര്യയോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവ് സകലത്തിന്മേൽ വാഴുന്നു എന്നുള്ള അറിവ്. പിള്ളേരോട് ചീത്ത വിളിക്കാൻ, ദേഷ്യപ്പെടാനൊന്നും ആകത്തില്ല. കാരണം നീ അറിയും, അവരെവിടെല്ലാം പോയാലും കൂടെ പോകുന്ന ഒരു ദൈവമുണ്ട്. അവൻ അങ്ങേപ്പുറം വിടാൻ സമ്മതിക്കാതെ വാഴുന്ന, ഒരു കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് വിടാത്ത, ഒരു ഭർത്താവിനെ തന്റെ ഇഷ്ടത്തിന് വിടാത്ത, ഒരു ഭാര്യയെ തന്റെ ഇഷ്ടത്തിന് വിടാത്ത, എന്നിട്ട് രാജാക്കന്മാരെ ഭരിക്കുന്ന, ഭൂമിയിലെ രാജ്യങ്ങളുടെ മേൽ വാഴുന്ന സ്വന്തം. ഞങ്ങള് ലിസിന്റെ വീട്ടിൽ പോയപ്പോഴാണ് തോന്നുന്നു, സ്വന്തം ചെയ്യുന്ന അവിടുത്തെ കുഞ്ഞ്, സ്വന്തം ചെയ്യുന്നു മാത്യു പറയാം, കൊച്ചു 7 വയസ്സുള്ള കുഞ്ഞ്. പറഞ്ഞു നെബൂഖദ്നേസർ 3 വട്ടം ദൈവാവസരം കൊടുത്തിട്ടും പഠിച്ചില്ല. 3 വട്ടം. ആ കൊച്ചു കുഞ്ഞ് പറയും, 7 വയസ്സുള്ള കുഞ്ഞ്, ഞങ്ങളുടെ കണ്ണ് തെളിച്ചു കളഞ്ഞു. 3 വട്ടം അവസരം കൊടുത്തു അവന് സകലത്തിന്മേലും വാഴുന്നവൻ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ. ഒന്ന് സ്വപ്നം കണ്ടപ്പോൾ കുഞ്ഞു പറയുക, ഈ കൊച്ചു കുഞ്ഞിനെ അവിടെ കിട്ടി. 2 സ്വന്തം ബിംബത്തെ നിർത്തിയപ്പോൾ എന്നിട്ടും പഠിച്ചില്ല. അവസാനം കാളയെ പോലെ പുല്ലു തിരിക്കേണ്ടി വന്നു. ഓർത്തോണം, ഇന്ന് പകൽക്കാലം ഓർത്തോണം. രാജാക്കന്മാരുടെ മേൽ വാഴുന്ന, സകലത്തിന്മേൽ വാഴുന്ന ഒരു ദൈവമുള്ളപ്പോൾ അവനാണ് നിന്റെ ബലം. ആ ബലത്തിലോട്ട് ചാരാം. നീ കൺട്രോൾ ചെയ്ത് സ്ട്രെസ് എടുക്കാതെ നിന്റെ സ്വഭാവമേ അത് മാറ്റും. ഏതു വിഷമസന്ധിയിലും നിന്റെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങന്റെ കൂട്ടിരിക്കത്തില്ല. ഓൾവേസ് യു വിൽ ബി പ്ലസന്റ്, യു വിൽ ബി സ്മൈലിംഗ്. നിന്റെ കരിയറിനെ തന്നെ അത് മാറ്റും. ഇതുവരെ നമ്മളൊരാൾ ഒരു കാര്യം ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ വി വിൽ ബി റിസെന്റ്ഫുൾ. നമുക്ക് അടുത്ത് വരുന്ന ആൾക്കാർ ഫീൽ ചെയ്യാൻ പറ്റും.
നമ്മുടെ ഉള്ളിലെ ആ ബിറ്റർനെസ്സും ആ ദേഷ്യവും they can feel it, they will keep away. എന്നാൽ നിന്റെ ആ പീസ് ഇതിൽ വന്നിട്ട് എല്ലാത്തിന്മേലും വാഴുന്ന ദൈവമാണെന്ന് അറിവ് വരുമോ നിന്റെ മുഖം പുഞ്ചിരിക്കും. ആൾക്കാർ പ്ലസന്റ് ആയിട്ട് തോന്നും. നിന്റെ മുഖം കാണുമ്പോൾ ഷൈനി ഹൗ ആർ യു എന്നൊന്ന് സംസാരിക്കാമെന്ന് അവർക്ക് തന്നെ തോന്നും. അവർക്കും ഒന്ന് പ്രോബ്ലം ഷെയർ ചെയ്യാൻ തോന്നും. ഇന്ന് പകൽക്കാലം പലപ്പോഴും ആൾക്കാരെ നമ്മൾ അകറ്റിക്കളയുന്നത് നമ്മുടെ ക്യാരക്ടറിന്റെ കാരണം കൂടെയുള്ളൊരു ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടും സകലത്തിന്മേൽ വാഴുന്നവൻ അവനാണെന്നും ബലം ഉള്ളതാണെന്നുമുള്ള അറിവില്ലായ്മ പലപ്പോഴും നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റും. ദൈവമക്കളെ, ഇത് ദൈവമക്കൾക്കാ കൂടുതൽ ബാധകം. ലോകമനുഷ്യനെ കുറിച്ചൊന്നും അറിയത്തില്ല. നീ ദൈവ പൈതലായി തീരുമ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ വാഴുന്ന ദൈവത്തെ കുറിച്ചൊരു വലിയ അറിവ് നിന്റെ ക്യാരക്ടറെയും നിന്റെ ക്രിസ്ത്യൻ ലൈഫിനെ തന്നെ മാറ്റും. To quickly wrap up, to see why this Psalms was written and for what reason, it's written that Psalms 46 may have been written after God saved Jerusalem during King Hezekiah's reign. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഈ സങ്കീർത്തനം പാടിയെന്ന് ചോദിക്കുമ്പോൾ പലരും പല വചന പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അതിലൊന്ന് അവൻ സ്വന്തം ചെയ്യുന്നു യെഹിസ്കിയാ രാജാവിന്റെ കാലത്ത് അവൻ സ്വന്തം ചെയ്യുന്നു യെരൂശലേമിനെ ദൈവം വിടുവിച്ച ആ കാലത്ത് സങ്കീർത്തനം പാടിയതാകാൻ സാധ്യതയുണ്ട് എന്ന് ഒത്തിരി പേര് അഭിപ്രായപ്പെടുന്നു. During King Hezekiah's reign, when the Assyrian army surrounded the city, God saved Jerusalem. അവിടെ അരാമ്യ സൈന്യം വന്ന് യെരൂശലേമിന് ചുറ്റും പാളയമിറങ്ങി വല്ലാത്ത കഷ്ടങ്ങളിൽ അവരായപ്പോൾ അവൻ സ്വന്തം ദൈവം അവരെ വിടുവിച്ച ആ കാലത്ത് ഈ സങ്കീർത്തനം കോരപുത്രന്മാർ പാടിയെന്ന് പറയപ്പെടുന്നു. God sent an angel who destroyed the enemy overnight without a battle. നിങ്ങൾക്കറിയാം, അവൻ യെശയ്യാ ഉൾപ്പെടെയുള്ളവർ ദൈവസന്നിധിയിൽ നിന്ന് അലറി കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ബൈബിൾ പറയുന്നു ദൈവം ഒരൊറ്റ ദൂതനെ, ഒത്തിരി ദൂതന്മാരെ വിട്ടില്ല, ലീജിയൻസിനൊന്നും വിട്ടില്ല, ഒറ്റ ഏഞ്ചിലെ അരാമ്യ പാളയത്തിലോട്ട് വിട്ടു. അവൻ വന്നിട്ട് നിങ്ങൾക്കറിയാം, അവൻ 185,000 സോൾജേഴ്സിനെ ഒറ്റ രാത്രി കൊണ്ട് കശാപ്പിയിട്ടു. സകലത്തിന്മേൽ ഏത് രാജ്യങ്ങളുടെ ഏത് പ്രോക്സിസ് ഉണ്ടെങ്കിലും അതിന്മേൽ വാഴുന്ന ദൈവത്തെ കുറിച്ചുള്ള അറിവ് അവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. നോക്കൂ, അവൻ ആ സാഹചര്യത്തിൽ കോരപുത്രന്മാർ പാടിയ ഗാനമാണ് സങ്കീർത്തനം 46 എന്ന് പൊതുവെ പറയപ്പെടുന്നു. The battle could be seen in 2 Kings 19:35. 2 രാജാക്കന്മാരുടെ പുസ്തകം 19:35 വാക്യത്തില് നമുക്കത് കാണാനായിട്ട് കഴിയും. The people saw God fight for them, and just like the Psalms describes, അതേ സങ്കീർത്തനം പറയുന്നത് പോലെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അവർ കാണുവാനിടയായി. and just like Jerusalem back then, we all face situations where we feel surrounded by problems, pressures, or dangers. അന്ന് യെരൂശലേം ജാതീയ സൈന്യത്താൽ വളയപ്പെട്ടതുപോലെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പിശാച് കൊണ്ടുവരുന്ന പരീക്ഷണങ്ങളാലും വളയപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാകും. It could be debt or financial stress, ഒരുപക്ഷെ അത് കടഭാരമാകാം, സാമ്പത്തിക ഭാരമാകാം, anxiety or depression, അതൊരു പക്ഷേ നാളെയെ കുറിച്ചുള്ള ആശങ്കയാകാം, അതൊരു പക്ഷേ ജീവിത നൈരാശ്യങ്ങളാകാം, health crisis, ഒരുപക്ഷെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളാകാം, family conflict, അത് കുടുംബ പ്രശ്നങ്ങളാകാം, or job insecurity. ഒരുപക്ഷെ ജോലിയിലെ സ്ഥിരതയില്ലായ്മ, ജോബ് ഇൻസെക്യൂരിറ്റി ആകാം. But just remember the 3 main points I gave him. ഇന്ന് പകൽക്കാലം ഈ സംഘത്തിൽ കുറിച്ച് ചിന്തിച്ച 3 പോയിന്റ് നിങ്ങൾ പ്രധാനമായി ഓർക്കുക. ഉറച്ചു നിന്ന് ധൈര്യവും ബലവും ഏറ്റെടുക്കാൻ. God is our refuge and our strength. ഒന്ന്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. അവന്റെ ബലമില്ലാതെ ഒരു ചുവട് പോലും വെക്കാൻ കഴിയില്ല. For that reason, do not fear. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം നിനക്കൊരു സങ്കേതമുണ്ട്, നിനക്ക് ശക്തിയുണ്ട്. The second point is God's presence brings peace and stability. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവ സാന്നിധ്യം, നിന്നോട് കൂടെയുള്ള ദൈവം, അവൻ സങ്കേതമായ ബലമാകുന്ന ദൈവം, അവൻ സ്ഥിരത വരുത്തുന്ന ദൈവമാ. നീ ഇളകിപ്പോകാൻ, വെള്ളം പോലെ തൂകിപ്പോകാൻ സമ്മതിക്കാതെ, നിന്റെ കാൽ വഴുതാതെ, കഴിഞ്ഞ ആഴ്ച കെവിൽ നിന്ന് കേട്ടതുപോലെ അവൻ നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, നിനക്ക് സ്ഥിരത, സ്റ്റെബിലിറ്റി തരുന്ന ദൈവമാണ് എന്നുള്ള സത്യം നിങ്ങൾ ഇന്ന് പകൽക്കാലം ഓർക്കുക. And the third main point is God reigns, so be still and trust in him. മൂന്നാമത്തെ പോയിന്റ്, യഹോവ വാഴുന്നു സകലത്തിന്മേലും. അതുകൊണ്ട് നിങ്ങൾ ഉറച്ചിരിപ്പീൻ, ധൈര്യമായിരിപ്പീൻ. Thank you. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവിനെ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ